പണി ഇരുന്ന് വാങ്ങാൻ CPM-ന്റെ ജന്മം ഇനിയും ബാക്കി എന്ന് പറഞ്ഞതുപോലെയാണ് തൃശ്ശൂർ സ്വരാജ് റൗണ്ടിൽ ഇന്ന് ഉച്ചയ്ക്ക് നടന്ന ചില സംഭവങ്ങൾ. കഴിഞ്ഞ കുറേ നാളുകളായി, ഒരുപക്ഷെ ഒന്നൊന്നര മാസമായി നവകേരള സദസ് എന്ന നവകേരള ധൂർത്ത് കേരളത്തിൽ നടക്കുന്നു. CPM ആണ് നേതൃത്വം കൊടുക്കുന്നത്. CPM-ന്റെ പ്രചരണ പരിപാടിയാണ്. സംസ്ഥാനത്ത് ജനങ്ങളുടെ പരാതികൾ പരിഹരിക്കാൻ വേണ്ടി പരാതി പരിഹാര ഒരു സംവിധാനമാണ്, അല്ലെങ്കിൽ പരാതി സ്വീകരിക്കുമ്പോൾ എളുപ്പത്തിൽ പരിഹരിക്കുക. നമ്മുടെ ഉമ്മൻചാണ്ടി സർക്കാർ ഭരണകാലത്ത് ഉമ്മൻചാണ്ടി ചെയ്തതുപോലെയുള്ള ജനസമ്പർക്ക യാത്ര അന്ന് അദ്ദേഹം ഒറ്റയ്ക്ക് ചെയ്തിരുന്നു എന്നുണ്ടെങ്കിൽ ഇന്ന് മന്ത്രിസഭ ഒന്നായ ഒരു ബസ്സിൽ കേരളം മുഴുവൻ സഞ്ചരിച്ച് ജനങ്ങളിൽ നിന്ന് പരാതി സ്വീകരിച്ച് അപ്പോഴപ്പോൾ പരിഹരിക്കുന്ന ഒരു രീതി ഉണ്ടാവും എന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷെ പിന്നീട് മനസ്സിലായി അതൊക്കെ ഒരു തള്ളായിരുന്നു എന്നും നവകേരള സദസ് എന്നത് കേരളത്തിലെ സ്വന്തം ഖജനാവിലെ പണം ഉപയോഗിച്ചുകൊണ്ട് നടക്കുന്ന പാർട്ടി പ്രചരണ പരിപാടിയായിരുന്നു എന്നും. ആ പ്രചരണ പരിപാടിയിൽ കണ്ണൂർ എത്തിക്കഴിഞ്ഞപ്പോൾ യൂത്ത് കോൺഗ്രസ്സുകാർ പ്രതിഷേധിച്ചു. അവിടെ യൂത്ത് കോൺഗ്രസ്സുകാരെ നേരിട്ട് അവർ തലയടിച്ച് പൊട്ടിച്ചു, കൈയടിച്ച് പൊട്ടിച്ചു, കാലടിച്ച് പൊട്ടിച്ചു, നട്ടല് ചവിട്ടി പൊളിച്ചു. ഇതെല്ലാം ചെയ്ത് എന്നിട്ട് അതിനെയൊക്കെ ജീവൻ രക്ഷാ പ്രവർത്തനം നമ്മുടെ മുഖ്യമന്ത്രി പറയുകയും ചെയ്തു. അവിടെയൊക്കെ ഫ്ലക്സുകളും നിരത്തി വെച്ചിരുന്നു. അതായത് കേരളം മുഴുവൻ നവകേരള സദസ്സിന്റെ ഫ്ലക്സുകൾ നിരത്തി വെച്ചിരുന്നു. എന്നാൽ അവിടെയൊക്കെ കഴിഞ്ഞ് ഈ ഗുണ്ടായിസം പത്തനംതിട്ടയിൽ എത്തിയപ്പോൾ സംഗതി പണിപാളി. നവകേരള സദസ് യാത്ര പത്തനംതിട്ടയിൽ എത്തുമ്പോൾ യുവമോർച്ച പ്രവർത്തകരുടെ മുകളിൽ കുതിര കയറാൻ ശ്രമിച്ചപ്പോൾ അടികൊണ്ട് പുളിയും കുടിച്ചോടിയ CPM പ്രവർത്തകരെയും അല്ലെങ്കിൽ DYFIന്റെ പ്രവർത്തകരെയും നമ്മൾ കണ്ടതാണ്. ജീവനരക്ഷാ പ്രവർത്തനം എന്താണെന്ന് ശരിക്കും അവർ അറിഞ്ഞ നിമിഷം അതിന്റെ രുചി അറിയാവുന്നത് കൊണ്ട് തന്നെയാണ് തൃശ്ശൂർ സ്വരാജ് റൗണ്ടിൽ ഇന്ന് അവർ മാനം കെട്ടത്, നാണം കെട്ടത്. നവകേരള സദസ്സിന്റെ ബാനറുകളും ബോർഡുകളും ഇന്നും തൃശ്ശൂരിൽ നിറഞ്ഞു നിൽക്കുകയാണ്. അതിനെല്ലാം പുറമെയാണ് അത് കഴിഞ്ഞപ്പോൾ വന്നിട്ടുള്ള INTUC-യുടെ പ്രചരണ ബോർഡുകൾ, INTUC-യുടെ സമ്മേളനവുമായി ബന്ധപ്പെട്ടുള്ള പ്രചരണ ബോർഡുകൾ അവിടെ ഉണ്ടായിരുന്നത്. ആ സമ്മേളന ബോർഡുകളെല്ലാം അവിടെ ഉണ്ട്. 3-ാം തീയതി പ്രധാനമന്ത്രി നരേന്ദ്രമോദി വരുന്നതുമായി ബന്ധപ്പെട്ട്, തൃശ്ശൂർ വരുന്നതുമായി ബന്ധപ്പെട്ട് 2 പരിപാടികളാണ് പ്രധാനമായി നടക്കുന്നത്. ഒന്ന് റോഡ് ഷോ, പുരുഷന്മാരുടെ റോഡ് ഷോ അത് നടക്കും. രണ്ടാമത് വനിതാ സമ്മേളനമുണ്ട്, മഹിളാ സമ്മേളനം. ഇതിൽ പങ്കെടുക്കാൻ വേണ്ടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തുന്നുണ്ട്. അത് സംബന്ധിച്ചുള്ള പ്രധാനമന്ത്രിയുടെ ബോർഡുകൾ നഗരത്തിലുടനീളം സ്ഥാപിച്ചിട്ടുണ്ട്. എന്നാൽ ഇങ്ങനെ സ്ഥാപിച്ചിട്ടുള്ള ബോർഡുകളിൽ നരേന്ദ്രമോദിയുടെ ചിത്രമുള്ള ബോർഡുകൾ മാത്രം കോർപ്പറേഷൻ അധികാരികൾ വന്ന് എടുത്ത് കൊണ്ടുപോവുക, അതിനെ നശിപ്പിക്കുക. എന്നാൽ ഇത് തിരിച്ചറിഞ്ഞ BJP പ്രവർത്തകർ പത്തനംതിട്ട സ്റ്റൈലിൽ മര്യാദയ്ക്ക് കെട്ടിക്കുമെന്ന് പറഞ്ഞു. അഴിച്ച ഉദ്യോഗസ്ഥന്മാർ ആരാന്ന് വെച്ചാൽ അവരെ കൊണ്ട് തന്നെ, കടിച്ച പാമ്പിനെ കൊണ്ട് തന്നെ വിഷമറിക്കുക എന്ന് പറയുമല്ലോ, അതുപോലെ ആരൊക്കെയാണോ ആ ബോർഡ് അഴിച്ചു മാറ്റിയത് അവരെ കൊണ്ട് തന്നെ തിരിച്ചു കെട്ടിച്ച്, അതേ ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് തിരിച്ചു കെട്ടിച്ച് BJP തങ്ങളുടെ ശക്തി തെളിയിച്ചിട്ടുണ്ട്. അതായത് CPM പത്തനംതിട്ടയിലും പഠിച്ചില്ല എന്ന് വേണം കരുതാൻ. പത്തനംതിട്ടയിൽ യുവമോർച്ച പ്രതികരിച്ചതുമായി കണ്ട് പിന്നെ യൂത്ത് കോൺഗ്രസ് കൊല്ലത്തും പ്രതികരിച്ചിരുന്നു. എന്നാൽ പത്തനംതിട്ടയിലെങ്കിലും പഠിക്കേണ്ടതായിരുന്നു CPM. ഇവിടെ തൃശ്ശൂരിൽ മറ്റന്നാൾ പ്രധാനമന്ത്രി വരുമ്പോൾ അതിനെ സംബന്ധിച്ചുള്ള ബോർഡുകൾ BJP സ്ഥാപിക്കുമ്പോൾ, അല്ലെങ്കിൽ പ്രധാനമന്ത്രിയുടെ ബോർഡുകൾ സ്ഥാപിക്കുമ്പോൾ അതുമാത്രം തെരഞ്ഞുപിടിച്ച് നീക്കം ചെയ്യുമ്പോൾ അതിന് പ്രതികരണം ഉണ്ടാവും എന്ന് കരുതേണ്ടതായിരുന്നു. അല്ലെങ്കിൽ അവരെന്ത് ചെയ്യണം? നഗരത്തിൽ ഒരു ബോർഡും വേണ്ട, CPM-ന്റെ ബോർഡും വേണ്ട, CPI-യുടെ ബോർഡും വേണ്ട, കോൺഗ്രസിന്റെ ബോർഡും വേണ്ട, INTUC-ന്റെ ബോർഡും വേണ്ട, BJP-ന്റെ ബോർഡും വേണ്ട, ആരുടെയും ബോർഡ് വേണ്ട. ഇത് നേരത്തെ സ്ഥാപിച്ചിട്ടുള്ള ബോർഡുകൾ അവിടെ ഇരിക്കുകയാണ്. അവിടെ ഇരിക്കുമ്പോഴാണ് പ്രധാനമന്ത്രിയുടെ ബോർഡ് മാത്രം എന്തോ അവിടെ ഭൂകമ്പം ഉണ്ടാക്കാൻ പോകുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അതെടുത്ത് മാറ്റാൻ ശ്രമിക്കുന്നത്. ഏതായാലും നാണം കെട്ട് നാറാണക്കല്ലിളക്കി തിരിച്ച് അത് അഴിച്ചവനെ കൊണ്ട് തന്നെ തിരിച്ചു കെട്ടിച്ച് വീര്യം തെളിയിച്ചിട്ടുണ്ട് BJP. പ്രതിഷേധം അവിടെ തീർന്നില്ല. കൊടുത്താൽ കൊല്ലത്ത് കിട്ടും എന്ന് പറയുന്നത് പോലെ കോർപ്പറേഷന്റെ ഗേറ്റിലും കൊണ്ടുവന്ന് സ്ഥാപിച്ചു നരേന്ദ്രമോദിയുടെ ബോർഡ്. ഇതാണ് വടി കൊടുത്ത് അടി വാങ്ങുക എന്ന് പറയുന്നത്. CPM യൂത്ത് കോൺഗ്രസിന് മേളിൽ കുറെ കുതിര കയറി, അവർ അടി വാങ്ങി കൂട്ടി. പക്ഷെ അതുപോലെയല്ല BJP, യുവമോർച്ചയും അതുപോലുള്ള സംഘടനകളും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി മറ്റന്നാൾ തൃശ്ശൂർ പരിപാടി പങ്കെടുക്കാൻ വരുമ്പോൾ അത് സംബന്ധിച്ചുള്ള ബോർഡുകൾ തൃശ്ശൂർ വരിക എന്നുള്ളത് സ്വാഭാവികമല്ലേ? അത് ഇത്ര അസഹിഷ്ണുത കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ. പിണറായി വിജയൻ എന്ന മഹാരാജാവ് കേരളം മുഴുവൻ സഞ്ചരിച്ചപ്പോൾ ഈ ബോർഡുകൾ മുഴുവൻ കേരളം മുഴുവൻ നിറഞ്ഞത് കേരള ജനത സഹിച്ചതല്ലേ? ഇത് തൃശ്ശൂർക്കാർ മാത്രം ഒരു 2 ദിവസത്തേക്ക് സഹിച്ചാൽ മതിയല്ലോ. ഇവിടെ ആരാണോ അഴിച്ചിറക്കിയത് അയാൾ തന്നെയാണ് തിരിച്ചു കെട്ടിയത്. തിരിച്ചു കെട്ടിയിട്ട് പോയാൽ മതി എന്ന് പറയുമ്പോൾ തിരിച്ചു കെട്ടിയിട്ട് പോയാൽ മതി, അത് തന്നെ തീരുമാനം. അതുകൊണ്ട് ഈ സമ്മേളനം കഴിയുന്നത് വരെ അതുമായി ബന്ധപ്പെട്ട ബോർഡുകൾ ആരൊക്കെ അഴിച്ചാലും ഇത് തന്നെയായിരിക്കും ഗതി, തിരിച്ചു കെട്ടേണ്ടി വരും.